നിരവധി പേർക്ക് ലഭിച്ച ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ വായ്പയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഈ പേഴ്സണൽ ലോൺ നൽകുന്നത് ഇൻഡസ്ലാൻഡ് ബാങ്ക് പോലെ ഒരു പ്രമുഖ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ തികച്ചും സേഫ് ആണ് ഈ വായ്പ എടുക്കുവാൻ. ഈ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോണിന്റെ പ്രത്യേകതയാണ് ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകേണ്ട ആവശ്യമില്ല. പിന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർക്കും പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ സാലറി ആയിട്ടുള്ള വ്യക്തികൾക്കും ഈ വായ്പ ലഭ്യമാകും. കൂടാതെ നമുക്ക് ഓൺലൈൻ വഴി ഇത് അപേക്ഷിക്കുവാനും സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിലവിൽ ഇൻഡസ്ലാൻഡ് ബാങ്കിന്റെ കസ്റ്റമർ ആയവർക്കും കസ്റ്റമർ അല്ലാത്തവർക്കും ഈ വായ്പ അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. ഇതുപോലുള്ള അനേകം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എന്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. പേഴ്സണൽ ലോൺ ഇനത്തിൽ ഇൻഡസ്ലാൻഡ് ബാങ്ക് 30,000 രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ് വായ്പയായിട്ട് നൽകുന്നത്. എന്നാൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. ഈ വായ്പകൾ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ വഴി നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ വായ്പ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമെന്ന് ഈ ബാങ്ക് അവകാശപ്പെടുന്നത്. ഈ വായ്പ എങ്ങനെ ഓൺലൈൻ വഴി അപേക്ഷിക്കാമെന്ന് അവസാനം കാണിക്കാം. ഈ വായ്പയുടെ തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 6 വർഷം വരെയാണ്. എന്നാൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് തിരിച്ചടവ് കാലാവധിയായിട്ട് പരമാവധി 48 മാസം വരെ ലഭ്യമാവുകയുള്ളൂ. കാരണം ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്നത് വളരെ കുറച്ച് തുകയാണ്. അതുകൊണ്ട് അതിന് തിരിച്ചടവ് കാലാവധി കുറവായിരിക്കും. ഇതിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10.49%. അതുപോലെ തന്നെ പ്രോസസിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 3% ഈടാക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയാണ് വായ്പ എടുത്തതെങ്കിൽ അതിന്റെ 3% ആയിരിക്കും പ്രോസസിംഗ് ഫീസായിട്ട് ബാങ്ക് ഈടാക്കുന്നത്. വായ്പാ തുക, അപേക്ഷകന്റെ സിബിൽ സ്കോർ, വരുമാനം ഇതെല്ലാം പരിഗണിച്ചാണ് എന്തുമാത്രം വായ്പാ തുക നൽകണം, അതുപോലെ തന്നെ അതിന്റെ തിരിച്ചടവ് കാലാവധി, പലിശ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാങ്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ സിബിൽ സ്കോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറഞ്ഞത് 730 എങ്കിലും നമുക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണമെങ്കിൽ ഈ വായ്പ ലഭ്യമാകുകയുള്ളൂ. ഈ സിബിൽ സ്കോർ എന്താണ്, എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 21-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ വായ്പ നിലവിൽ ലഭ്യമാകുകയുള്ളൂ. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് കോ ആപ്ലിക്കൻസിന്റെ ബാങ്ക് ആവശ്യപ്പെടും. കോ ആപ്ലിക്കന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോസ് റിലേഷൻ, ബ്ലഡ് റിലേഷൻ, അതായത് നമ്മുടെ അച്ഛൻ, അമ്മ, മക്കള്, സഹോദരങ്ങൾ ഇങ്ങനെയുള്ളവർക്കാണ് കോ ആപ്ലിക്കന്റ് സാധിക്കുന്നത്. അതുപോലെ സ്പൗസിന് നിൽക്കുവാൻ സാധിക്കും. ഇതിന്റെ തിരിച്ചടവ് ഈ NSCH ആയിട്ടാണ്. ഈ NSCH എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആയിക്കോളും. അതിനുള്ള പെർമിഷൻ നമ്മൾ ആദ്യമേ തന്നെ ഇവർക്ക് കൊടുക്കണം. നിങ്ങൾ സാലറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ കുറഞ്ഞത് നെറ്റ് മന്ത്ലി ഇൻകം നിങ്ങൾക്ക് 25,000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. സ്വയം തൊഴിൽ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ 3 ലക്ഷത്തിൽ കുറയാൻ പാടുള്ളതല്ല. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്. നിങ്ങൾ സാലറി ആയിട്ടുള്ളവരാണെങ്കിൽ 3 മാസത്തെ സാലറി സ്ലിപ്പ്, നിങ്ങൾ 3 മാസത്തെ ഫോം 60 അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ, 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് നൽകണം. സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ, അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ബിസിനസ് പ്രൂഫ് തുടങ്ങിയ ഡോക്യുമെന്റ്സ് നിങ്ങൾ നൽകണം. ഞാൻ ആദ്യമേ പറഞ്ഞ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് വലിയ ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല. നമുക്ക് ഓൺലൈൻ വഴി എല്ലാം അപേക്ഷിക്കുവാൻ സാധിക്കും. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്കാണ് കോ ആപ്ലിക്കൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഇവർ ആവശ്യപ്പെടുന്നത്. ഇനി എങ്ങനെ ഇത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ പാൻ കാർഡ്, ആധാർ കാർഡ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, സാലറി സ്ലിപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ, കറന്റ് അക്കൗണ്ടിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവയൊക്കെ നിങ്ങൾ കൈ കരുതിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വായ്പ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന സൈറ്റിലേക്ക് പോകാം. ഇൻഡസ്ലാൻഡ് ബാങ്കിന്റെ ഒഫീഷ്യൽ സൈറ്റ് ആണ്. ഇവിടെ കയറിയിട്ട് ഇത് പേഴ്സണൽ ലോണിന്റെ പേജാണ്. അതിന്റെ താഴെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാൻ കാർഡും നിങ്ങളുടെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യണം. എന്നതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കണം. നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ ഓഫർ ഉണ്ട് എന്ന് അവർ കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോൺ എടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ലോൺ ഓഫർ ഇല്ലെങ്കിൽ, നിങ്ങളുടെ സിബിൽ സ്കോർ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ലോൺ ഓഫർ ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ലോൺ ഓഫർ റിജക്റ്റഡ് എന്ന് കാണിക്കും. എടുക്കുന്ന വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടക്കുക. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.